another section. ഇന്ന് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ ഒരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത്. Now you all know what is a statistics, right? Statistics എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടന്റ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ്. അത് നമ്മൾ കുറേ ഫീൽഡ്സിൽ നമ്മുടെ ഇപ്പം കൊമേഴ്സ് ഫീൽഡിൽ നോക്കാനാൽ ബാങ്കിങ്, ഫിനാൻസിങ്, അങ്ങനെ കുറേ ഫീൽഡ്സിൽ യൂസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടന്റ് ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ആണ് എന്ത്? സ്റ്റാറ്റിസ്റ്റിക്സ്. Now let me ask you a question. What is a statistics actually? Statistics എന്ന് പറയുമ്പോൾ it is a study of collection, analysis, interpretation, presentation and organization of data. അതായത് നമുക്ക് ഡേറ്റ കിട്ടുന്നു. ഡേറ്റ മേ ബി ക്യാൻ ബി എനിത്തിങ്. സോ ആ ഡേറ്റയെ കളക്ട് ചെയ്യുക and we have to analyze the data, and from the analysis we come to some conclusion, or we can interpret some data from that. Then we have to present it. Then we have to organize that data. That procedure or that study is called as statistics. ഇപ്പൊ നമുക്കിപ്പം സർവേ ഒക്കെ എടുക്കുമ്പോഴത്തേക്കിന്, ഫീൽഡ് വർക്കിനൊക്കെ ചെല്ലുമ്പോഴത്തേക്കിന് നമ്മൾ ഡേറ്റാസ് കളക്ട് ചെയ്യാന്ന് പറയും. ലൈക്ക് കുറച്ച് ആൾക്കാരോട് ചോദിക്കും, നിങ്ങൾക്ക് സപ്പോസ് ഇപ്പം ഒരു കമ്പനി ഒരു ഫ്രേഗ്രൻസ് ഷോപ്പ് തുടങ്ങാൻ പോവാണ്. അപ്പം ആൾക്കാരിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് ഏതാണ് എന്നൊന്ന് അവർക്ക് അറിയണം. അതിനനുസരിച്ച് അവർക്ക് പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്യണം. അപ്പം അവർ നാച്ചുറലി എന്ത് ചെയ്യും? കുറച്ച് ആൾക്കാരിലേക്ക് ആ ചോദ്യം കൊണ്ട് ചെല്ലും, ഏതാണ്, അല്ലെങ്കിൽ പോൾസ് നിങ്ങൾ കാണാറുണ്ട്, പോൾസ് ചോദിക്കും അല്ലെ, ഇതിൽ ഏത് ജാസ്മിന്റെ മണമാണോ ഇഷ്ടം, അത് റോസ് ആണോ, അങ്ങനെ ഒരു ഡിഫറെന്റ് 4 സെറ്റ് ഓഫ് ഫ്രേഗ്രൻസുമായിട്ട് ഇവര് കോമൺ പീപ്പിളിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് ഡിഫറെന്റ് ഒപ്പീനിയൻസ് ആയിരിക്കും. അപ്പം അതില് അവരപ്പം എന്താണ് ചെയ്യുന്നത്? അനലൈസ് ചെയ്തെടുക്കും. അവര് ഡേറ്റ കളക്ട് ചെയ്യുന്നു. അപ്പം അവര് ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് ഏത് ഫ്രേഗ്രൻസ് ആണ് അവർ ചൂസ് ചെയ്യുന്നത്, അതിനനുസരിച്ച് അവർക്ക് എന്താണ് അനലൈസ് ചെയ്യാൻ പറ്റും അല്ലെ. സോ ഇപ്പൊ സപ്പോസ് ഫോർ ഒരു 45% ഓഫ് ആൾക്കാര് ലാവൻഡർ ഫ്രേഗ്രൻസ് ആണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ അവർക്കൊരു ഇന്റർപ്രറ്റ് ചെയ്തെടുക്കാൻ പറ്റും അല്ലെ. അതായത് ഫ്രേഗ്രന്റ് കൂടുതലും ആൾക്കാർ ഇഷ്ടപ്പെടുന്നത് ലാവൻഡറിന്റെ ആണെന്നുള്ളത് അല്ലെ. അങ്ങനെ ഒരു അനാലിസിസിൽ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷനിൽ അവർക്ക് എത്താൻ പറ്റും. അത് കഴിഞ്ഞ് എന്ത് ചെയ്യും? അവർക്ക് ഈ കോമൺ പീപ്പിളിൽ നിന്ന് കളക്ട് ചെയ്യുന്നു. ഇറ്റ്സ് സം റോ ഡേറ്റ, അതായത് അതിനൊരു ഓർഡർ ഒന്നും ഇല്ല, ചുമ്മാതെ കുറച്ച് ഡേറ്റാസ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. ബട്ട് നമുക്ക് ഒരു അവരുടെ കമ്പനി സിഇഒക്ക് പ്രസന്റ് ചെയ്യേണ്ടതാണ് അല്ലെ. അവർ സർവേ കണ്ടക്ട് ചെയ്യുന്നു, ഡേറ്റാസ് കളക്ട് ചെയ്തു, അതിൽ നിന്ന് അവർക്ക് മനസ്സിലാവുന്നു ലാവൻഡർ ഫ്രേഗ്രൻസ് ആണ് അവർക്ക് കൂടുതലും കോമൺ പീപ്പിളിനെല്ലാം കൂടുതൽ ഇഷ്ടം എന്നുള്ളത് മനസ്സിലാകുന്നു. ഇനി ഇസ് ദാറ്റ് ഓൺലി ഇനഫ്? നോ. കാര്യം എന്താണ്? കാര്യം ഇനി ആ ഡേറ്റ അവര് കളക്ട് ചെയ്ത അത്രയും ഡേറ്റ അവരുടെ സിഇഒക്ക് അത് പാസ് ചെയ്യണം. ചുമ്മാ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, കുറച്ച് പീപ്പിളിനും ഞങ്ങൾ ഡേറ്റ കളക്ട് ചെയ്തു, ലാവൻഡർ ആണ്. അങ്ങനെയല്ല നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പ്രോപ്പർ ആയിട്ട് കമ്പനിയുടെ സിഇഒക്ക് പാസ് ചെയ്യണം അല്ലെ. അപ്പൊ ആ ഒരു പ്രൊസീജിയർ അതാണ് നോർമലി കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ സിഇഒക്ക് പാസ് ചെയ്യുമ്പം ഈ ഡേറ്റാസ് എല്ലാം അവർ പ്രോപ്പർ ഒന്ന് ഓർഗനൈസ് ചെയ്യണം, അതിനെ പ്രോപ്പർ ആയിട്ട് പ്രസന്റ് ചെയ്ത് വേണം കൊടുക്കാനായിട്ട്. അപ്പൊ അത് ടാബ്ലോ ഫോമിലായിരിക്കും അവർ കൊടുക്കാം. ഇപ്പൊ കിട്ടിയ ഡേറ്റയെ അവരെന്താണ്? റോ ഡേറ്റ ആണ്. അതായത് ചുമ്മാ സിമ്പിൾ കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് ഒക്കെ വെച്ചിട്ട് അവർ ഉണ്ടാക്കിയതാണ്. അത് വെച്ചിട്ടല്ല നമുക്ക് സിഇഒക്ക് പാസ് ചെയ്യണം. സിഇഒക്ക് പാസ് ചെയ്യുമ്പോൾ സിഇഒക്ക് അതിൽ നിന്ന് മനസ്സിലാകും, യെസ്, ബേസ്ഡ് ഓൺ ദി സർവേ ദേ കണ്ടക്റ്റഡ് ദേ കം ടു ദിസ് പെർട്ടിക്കുലർ കൺക്ലൂഷൻ എന്നുള്ളത് മനസ്സിലാവും. അപ്പൊ അങ്ങനെ ആ ഒരു കൺക്ലൂഷനിൽ എത്തണം എന്നുണ്ടെങ്കിൽ ഈ ഡേറ്റാനെ നമ്മൾ പ്രോപ്പർ ആയിട്ട് ഓർഗനൈസ് ചെയ്തെടുത്തെങ്കിലേ പറ്റുള്ളൂ. അണ്ടർസ്റ്റുഡ്? അപ്പൊ ആ ഓർഗനൈസേഷൻ ചെയ്യുന്ന ഡിഫറെന്റ് മെത്തേഡ്സ് ഉണ്ട്. നമുക്കത് വേണമെങ്കിൽ ഒരു ടാബ്ലോ ഫോമിൽ റെപ്രസെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പം എന്താ പറയാ, കുറച്ച് പിക്ചേഴ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഫിഗേഴ്സ് ആയിട്ട്, പൈ ചാർട്ട്, ബാർ ഗ്രാഫ്, ഹിസ്റ്റോഗ്രാം, അതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഡിഫറെന്റ് വേസ് ഉണ്ട് വി ക്യാൻ റെപ്രസെന്റ്. ടാബ്ലോ ഫോമിലുണ്ട്, അല്ലെങ്കിൽ ഗ്രാഫിക്കൽ ഫോമിലുണ്ട്. അപ്പൊ നമുക്ക് ഡിഫറെന്റ് വേയിൽ അതിനെ പ്രസന്റ് ചെയ്തും നമുക്ക് കാണിക്കാം. അപ്പം അത് പ്രസന്റ് ചെയ്ത് കാണിക്കുമ്പോൾ സിഇഒക്ക് മനസ്സിലാകും, യെസ്, ദ ലാവൻഡർ ഫ്രാഗ്രൻസ് ആണ് ആൾക്കാരിൽ കൂടുതലും ഇഷ്ടപ്പെട്ടത്, ആൻഡ് ദേ ക്യാൻ കം ടു ആൻ കൺക്ലൂഷൻ ദാറ്റ് ഓരോ ഫ്രേഗ്രൻസിനും എത്രമാത്രം ശതമാനം ആൾക്കാരാണ് ഇഷ്ടപ്പെടുന്നത് എന്നുള്ളതും മനസ്സിലാകും. അപ്പൊ അതിനനുസരിച്ച് എന്താണ്, അവർക്ക് അവരുടെ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അവർക്ക് അത് മനസ്സിലാകും അടുത്തൊരു പ്രൊഡക്റ്റ് എടുക്കണമെങ്കിലും ഏതാണ് സെക്കൻഡ് പ്രിഫറൻസ് കൊടുക്കേണ്ടത് എന്നുള്ള ഡിഫറെന്റ് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും. ദിസ് ഇസ് ആക്ച്വലി വാട്ട് ഇസ് കോൾഡ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിൽ തന്നെ ഒത്തിരി മെത്തേഡ്സ് ഉണ്ട് അല്ലെ. അപ്പം നമുക്ക് അറിയാം, നമ്മൾ ഈ കളക്ട് ചെയ്യുന്ന ഡേറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ലൈക്ക് numbers, right?
നമ്മൾ കളക്ട് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം എന്താണ്? ജസ്റ്റ് നമ്പേഴ്സ് ആണ്. അപ്പൊ എത്ര ആൾക്കാർ അത് ഇഷ്ടപ്പെടുന്നു? വി ക്യാൻ സേ 45 പീപ്പിൾ അല്ലെങ്കിൽ 50% ഓഫ് പീപ്പിൾ. സോ ഇറ്റ്സ് ജസ്റ്റ് നമ്പേഴ്സ്. അതുകൊണ്ട് തന്നെ ദ ഡേറ്റ വിച്ച് ഇസ് കളക്ടഡ് ആസ് നമ്പേഴ്സിനെ നമ്മൾ ന്യൂമറിക്കൽ ഡേറ്റ എന്ന് വിളിക്കുന്നു. സോ സ്റ്റാറ്റിസ്റ്റിക്സിൽ മെയിൻ ആയിട്ട് നമുക്ക് ന്യൂമറിക്കൽ ഡേറ്റാസ് ആണ് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. ആൻഡ് ഐ ടോൾഡ് യു, ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുമ്പോൾ തന്നെ ഡിഫറെന്റ് വേസ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫറെന്റ് മെഷേഴ്സ് ഉണ്ട്, ബൈ വിച്ച് വി ക്യാൻ ഫൈൻഡ് ദ ഡേറ്റ. മോർ ഇന്റർപ്രിട്ടേഷൻസ് നമുക്ക് അതിൽ കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ ആ ഡേറ്റ എന്ത് ടൈപ്പ് ഓഫ് കാറ്റഗറിയിൽ വരുന്നതാണ്, അങ്ങനെയുള്ള ഡിഫറെന്റ് അനാലിസിസിൽ അല്ലെങ്കിൽ ഇന്റർപ്രിട്ടേഷനിൽ നമുക്ക് എത്താൻ സഹായിക്കുന്ന ഫീൽഡാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ആൻഡ് പെർട്ടിക്കുലർലി ടുഡേ നമ്മൾ ഈ ഒരു സെക്ഷനിൽ പഠിക്കാൻ പോകുന്നത് മീൻ ഓഫ് ഡേറ്റയെ പറ്റിയാണ്. As you all know, mean എന്ന് പറയുന്നത് എന്താണ്? It is the sum of terms divided by number of terms. ഇതിപ്പോ നിങ്ങൾ 10th സ്റ്റാൻഡേർഡ് ഗ്രേഡിൽ നിൽക്കുമ്പോൾ യു നോ വാട്ട് ഇസ് ദിസ് മീൻ, എന്താണ് മീന്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടത്. ലോവർ ക്ലാസ്സസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവണം. അപ്പൊ മീൻ എന്ന് പറയുന്നത് എത്ര ടേംസ് ഉണ്ട്, നമുക്ക് തരുന്നതിൽ എത്ര ടേംസ് ഉണ്ട്, അതിനെ എല്ലാം കൂടെ ആഡപ്പ് ചെയ്യുക, divided by number of terms ചെയ്യുമ്പോൾ you will get the mean of a data. Data എന്ന് പറയുമ്പോൾ ഇതിപ്പം നമുക്ക് കുറച്ച് റോ സെറ്റ് ഓഫ് വാല്യൂസ് ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നത് ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡെഫിനറ്റ്ലി നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്തെങ്കിലേ ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. മെയിൻ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇക്വേഷനെ ഉള്ളൂ നമ്മൾ യൂസ് ചെയ്യുന്നത്. മീൻ എന്ന് പറയുന്നത് സം ഓഫ് ടേംസ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ടേംസ്. ഈ ഒരു ഇക്വേഷൻ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ ഒരു എൻറ്റയർ സെഷൻ പോകുന്നത്. ആൻഡ് യു നോ ഇറ്റ് ഇസ് വെരി ഈസി ടു ഫൈൻഡ് ഔട്ട്. ഓക്കെ, ഓൺലി തിങ് ഇസ് ദാറ്റ് മാത്തമാറ്റിക്സ് കാൽക്കുലേഷൻസ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ കൂടുതലും വരിക. അഡീഷൻ, ചിലപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ. അപ്പം ആ കാര്യങ്ങളൊക്കെ കീനായിട്ട് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. കാൽക്കുലേഷൻസ് തെറ്റിക്കഴിഞ്ഞാൽ യു നോ നമ്മുടെ താഴോട്ടുള്ള ബാക്കി സ്റ്റെപ്സ് എല്ലാം തെറ്റും. അങ്ങനെയായിരിക്കും നിങ്ങളുടെ മാർക്ക് പോകാൻ ചാൻസസ് ഉള്ളത്. സോ അതിന് വഴി ഒരുക്കാതെ ചെയ്യുന്ന സ്റ്റെപ്സ് പ്രോപ്പർ ആയിട്ട് നല്ല വൃത്തിക്ക് ശ്രദ്ധയോടുകൂടി ചെയ്യുക. Understood? Now let's see one problem. The distance covered by an athlete in long jump practice are, ഇപ്പം ഒരു അത്ലറ്റ് ലോങ് ജംപ് പ്രാക്ടീസിന് ഡിസ്റ്റൻസ് കവർ ചെയ്തത് തന്നിട്ടുണ്ട്, കുറച്ച് സെറ്റ് ഓഫ് വാല്യൂസ് തന്നിട്ടുണ്ട്. Let us see what are these values. 6.10, 6.20, 6.25, 6.21, 6.15, 6.10. സോ നമുക്ക് ഇതിൽ എന്താണ് കണ്ടുപിടിക്കുന്നത്? വാട്ട് ഈസ് ദ മീൻ ഡിസ്റ്റൻസ് എന്നുള്ളതാണ്. യു നോ മീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ സം ഓഫ് ടേംസ്. ഇപ്പൊ നമുക്ക് ഇവിടെ പറയാം സം ഓഫ് ദി ഡിസ്റ്റൻസസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ടേംസ്. അപ്പം ഇവിടെ സം ഓഫ് ടേംസ് നോക്കുമ്പോൾ എന്താണ്? ഈ തന്നിരിക്കുന്ന എല്ലാ ഡേറ്റ വാല്യൂസും കൂടെ ആഡപ്പ് ചെയ്ത് എഴുതുക. ദാറ്റ് ഈസ് 6.10 പ്ലസ് 6.20 plus 6.18 plus 6.20 plus 6.25 plus 6.21 plus 6.15 plus 6.10, the whole divided by how many set of values are there? 1, 2, 3, 4, 5, 6, 7, 8. 8 values ഉണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന മീൻ എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് അറൌണ്ട് 49 മീൻ അല്ല, നമുക്ക് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ കിട്ടുക 49.39 ഡിവൈഡ് ബൈ 8 ചെയ്യുമ്പോൾ അഗെയിൻ യു നോ ഇറ്റ് ഇസ് 6.17 എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. ഇസ് ദാറ്റ് ദ ഫൈനൽ ആൻസർ? നോ, മീറ്റേഴ്സ് ഉണ്ട്. ബിക്കോസ് ഈ ഒരു മീൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 6.17 ആണ്. അതായത് നമ്മളിപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഈ ഒരു അത്ലറ്റ് കവർ ചെയ്യുന്ന ഈ ഡിസ്റ്റൻസിനകത്ത് 6.10, 6.20, 6.18 ഇതിന്റെ എല്ലാം കൂടെ ആവറേജ്. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ മീൻ എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഇറ്റ് ഇസ് ആവറേജ്. നമ്മളിപ്പോ ക്ലാസ്സിലാണെങ്കിൽ മാർക്ക് കൊടുക്കുമ്പോൾ അതിൽ ആവറേജ് മാർക്ക് എത്ര ചോദിച്ചിട്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അല്ലെ? അല്ലെങ്കിൽ ടോപ്പ് റാങ്ക് ഏതാന്നല്ല, ക്ലാസ് ആവറേജ് എത്ര ആണ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ ഒരു അത്ലറ്റ് കവർ ചെയ്ത മീൻ ഡിസ്റ്റൻസ് വെച്ചിട്ടായിരിക്കും അവന് 6.17 ആണ് മീൻ ഡിസ്റ്റൻസ്. അവൻ 6.10 എന്ന് പറയുമ്പോൾ അത് അവൻ കുറവാണ്, അവൻ ചാടിയ ഡിസ്റ്റൻസ് എന്ന് മനസ്സിലാവും. അപ്പൊ കുറച്ചുകൂടെ അവൻ ഇംപ്രൂവ് ചെയ്യണമെന്ന് മനസ്സിലാവും. നെക്സ്റ്റ് ഡേ ചിലപ്പോൾ അവൻ 6.20 ആയിരിക്കും മീറ്റേഴ്സ് ആയിരിക്കും അച്ചീവ് ചെയ്തത്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? യാ, ഹി ഈസ് ഇംപ്രൂവിങ്. അപ്പം ആ ഒരു സെറ്റ് ഓഫ് വാല്യൂസ് വെച്ചിട്ട് തന്നെ നമുക്ക് കമ്പയർ ചെയ്യാം വിത്ത് ദ മീൻ. അതായത് ഓരോ തവണത്തെ പെർഫോമൻസ് അത്ലറ്റിന്റെ ഇറ്റ്സ് ഗുഡ് ഓർ നോട്ട് എന്നുള്ളത്. അപ്പൊ 6.17 ആണ് നമുക്ക് കിട്ടുന്ന മീൻ ഡിസ്റ്റൻസ് എന്നുള്ളത്. അണ്ടർസ്റ്റുഡ്? ലെറ്റ്സ് സീ അനദർ ക്വസ്റ്റ്യൻ.
Find the mean of a set of numbers in arithmetic sequence. നമുക്കറിയാം let നമ്മുടെ arithmetic sequenceന്റെ first set of numbersനെ നമ്മൾ ജനറൽ ആയിട്ട് എങ്ങനെ എഴുതുന്നത്? a plus d, a plus 2d എടുക്കുന്നില്ല. കാര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. a plus 3d, a plus 4d be the set of numbers in the arithmetic sequence. So ഇനി നമുക്കറിയാം നമ്മുടെ arithmetic sequenceനകത്ത് കുറച്ച് സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുന്നു, അതിന് മീൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഞാൻ എന്താ ഫസ്റ്റ് രണ്ട് വാല്യൂസ് a plus d എടുത്തു, പിന്നെ a plus 3d, a plus 4d. Definitely you can find the mean over here. ആണല്ലോ, that is a plus d എല്ലാം കൂടെ ആഡ് ചെയ്യുക, a plus 3d plus a plus 4d, the whole divided by എത്ര സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്? 4 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് അല്ലേ? Now what you will get? A 1 2 3 4 4 a's are there, and d 7d plus d plus that is 8d divided by 4, which is equal to a plus 2d. As you can see from here, നമ്മുടെ first set of data എന്ന് പറയുന്നത് a ആണെങ്കിൽ അടുത്തത് a plus d ആണ്, അടുത്തത് a plus 3d ആണ്, അടുത്തത് a plus 4d ആണ്. അപ്പൊ ഇതിന്റെ ആവറേജ് അല്ലെങ്കിൽ മിഡിൽ എന്ന് പറയുന്നത് എന്താണ്? ഇതാണല്ലോ. What is that value? A plus 2d. നമ്മൾ ആക്ച്വലി പഠിക്കുന്ന arithmetic sequence എങ്ങനെയാണ്? ജനറൽ ടേംസിന്റെ a plus d, a plus 2d, a plus 3d, a plus 4d എന്നാണല്ലോ. അപ്പൊ നമ്മൾ ഇത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കറക്റ്റ് വാല്യൂ a plus 2d വരാം. ഇൻ കേസ് യു ക്യാൻ എടുക്കാം a plus d, a plus 2d എടുത്തിട്ട് അതിന്റെ മിഡിൽ വേണം കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ a plus d, a plus 2d, a plus 3d എടുത്തിട്ട് അതിന്റെ മിഡിൽ വേണം കണ്ടുപിടിക്കാം. ബട്ട് ഇതാകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാക്കാൻ അനലൈസ് ചെയ്യാൻ എളുപ്പമുള്ളതുകൊണ്ടാണ് സെറ്റ് ഓഫ് നമ്പേഴ്സിനെ a plus d, a plus 3d, a plus 4d എടുത്തത്. അപ്പൊ ഇതിന്റെ ഹാഫ് എന്തായാലും നമുക്കറിയാം, കറക്റ്റ് സ്റ്റാൻഡേർഡ് വാല്യൂ ആയിട്ട് നമുക്കറിയാം a plus 2d ആണുള്ളത്. സോ വി ഗോട്ട് ദ സെയിം ആൻസർ. സോ ദ മീൻ ഓഫ് ദീസ് സെറ്റ് ഓഫ് നമ്പേഴ്സ് ഇസ് a plus 2d. Understood? Next question. Find the mean weight for the set of values തന്നിട്ടുണ്ട്. അപ്പം മീൻ വെയിറ്റ് ഇതിന്റെ കണ്ടുപിടിക്കാൻ, അതായത് 15 kg ഉള്ള വെയിറ്റ് ഉള്ള എത്ര ബോക്സസ് ഉണ്ട്? 10 ബോക്സസ് ഉണ്ട്. അതാണല്ലോ ഇൻഫോർമേഷൻ വിച്ച് ഇസ് വി ആർ ഗെറ്റിംഗ് ഫ്രം ദ ടേബിൾ. അപ്പൊ കിട്ടിയ ഒരു ടേബിളോ അല്ലെങ്കിൽ ഒരു ഗ്രാഫോ ഫിഗറോ ഉണ്ടെങ്കിൽ ജസ്റ്റ് അനലൈസ് ചെയ്ത് നോക്കുക. അപ്പൊ ഇതുകൊണ്ട് എന്താണ്? വെയിറ്റ് തന്നിട്ടുണ്ട്, നമ്പർ ഓഫ് ബോക്സസ്. അതായത് 25 കിലോ ഉള്ള എത്ര ബോക്സസ് ഉണ്ട്? 12 ബോക്സസ് ഉണ്ട്. 35 കിലോ ഉള്ള എത്ര ബോക്സസ് ഉണ്ട്? 15 ഉണ്ട്. 45 കിലോ വെയിറ്റ് ഉള്ള എത്ര ബോക്സസ് ഉണ്ട്? 18 ബോക്സസ് ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കണം മീൻ വെയിറ്റ് എത്ര എന്നുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിപ്പോ നമുക്ക് കുറച്ച് എക്സ് വാല്യൂസ്, നമ്മുടെ വെയിറ്റ് എന്ന് പറയുന്നത് എക്സ് എന്ന് വിചാരിക്കുക, ബോക്സസും എന്താണ്? ഓരോ നമ്പേഴ്സ് ആണ് തന്നത്. ലെറ്റ് ഇറ്റ് ബി വൈ വാല്യൂസ്. മീൻ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്കറിയാം സം ഓഫ് ടേംസ് വേണം. ഇപ്പൊ സം ഓഫ് ടേംസ് എന്ന് പറയുമ്പോൾ സം ഓഫ് ബോക്സസ് ചെയ്താൽ നമുക്ക് കിട്ടില്ല, അല്ലെങ്കിൽ വെയിറ്റ് ആഡ് ചെയ്താൽ കിട്ടുന്നതല്ല. കാര്യം 15 കിലോ ഉള്ള എത്ര ബോക്സസ് ഉണ്ട്? 10 ബോക്സസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഡെഫിനറ്റ്ലി അവിടെ കിട്ടേണ്ട എത്രയാണ്? 10 ബോക്സസിന്റെയും മൊത്തം വെയിറ്റ്, അതായത് 15 into 10 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ദാറ്റ് ഇസ് 150 എന്നുള്ളത് കിട്ടും. അതേപോലെ ഓരോ ബോക്സസിന്റെയും വി ഹാവ് ടു കാൽക്കുലേറ്റ്. അപ്പൊ ഡെഫിനറ്റ്ലി നമുക്ക് എന്താണ്? ഒരു ടേബിൾ കൂടെ വേണം. ദാറ്റ് ഇസ് യോർ ടേബിൾ എന്ന് പറയുമ്പോഴത്തേനും ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടേണ്ടത് മീൻ വെയിറ്റ് ആണ്. അതായത് സം ഓഫ് ടേംസ് ബൈ നമ്മുടെ നമ്പർ ഓഫ് ടേംസിനകത്ത് നമുക്ക് കണ്ടുപിടിക്കണം എത്രമാത്രം ടോട്ടൽ വെയിറ്റ് അതിൽ വരുന്നുണ്ടെന്നുള്ളത് ആണല്ലോ. കാര്യം 10 ബോക്സസ് ഉണ്ട് 15 കിലോയുടെ. അപ്പൊ ഡെഫിനറ്റ്ലി ദ ടോട്ടൽ വെയിറ്റ് ഓഫ് ദാറ്റ് 15 ബോക്സസ് അല്ലെങ്കിൽ 10 ബോക്സസ് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. സോ ഹിയർ വി ഹാവ് 15 kg എത്ര ബോക്സസ് ഉണ്ട്? 10 ബോക്സസ് ഉണ്ട്. ഡെഫിനറ്റ്ലി ദ ടോട്ടൽ വെയിറ്റ് വിൽ ബി 15 into 10 which is equal to 150. Now 25 into 12 എത്ര വരും? കാര്യം 25 കിലോയുടെ 12 ബോക്സസ് ഉണ്ട്. സോ വി ഹാവ് ടു ഫൈൻഡ് അത്രയും ബോക്സസിന്റെ വെയിറ്റ് കണ്ടുപിടിക്കണം. 25 into 12 will be, it is 300. Now we have 35 into 15. 35 into 15 എത്ര വരും? It is 525. Now 45 into 18. 45 into 18 we get it as 810. So in sum of total boxes 10 plus 12 22, 22 plus 15 plus 18 ഇതെല്ലാം കൂടെ ആഡ് അപ്പ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 55 ആണ്. And the total weight, അതായത് 150 plus 300 plus 525 plus 810 ഇതെല്ലാം കൂടെ സം അപ്പ് ചെയ്ത് ടോട്ടൽ വെയിറ്റ് എത്രയായിരിക്കും കിട്ടുക? It is 1785 ആയിരിക്കും കിട്ടുക kg.
Understood? Now we can find the mean. How you will find the total weight എന്ന് പറയുന്നതും divided by number of boxes. Is that correct? Yes. Total weight ഇപ്പോ എത്ര വരുന്നേ 1785 kg വരും and number of boxes 55 വരും. And on calculating and solving we get the final answer as 32.45 kg എന്ന് പറഞ്ഞു കിട്ടും. This 32.45 kg എന്ന് പറയുന്നതാണ് the mean weight of the entire boxes. Understood? Let's see the next question. In a class, there are 20 boys and the remaining students are girls. The mean weights of the total 50 students is 23 kg. The mean weight of boys is 30 kg. Find out the mean weight of girls. അതായത് ഒരു ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് 50 സ്റ്റുഡൻസ് ഉണ്ട്. സോ അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് 50 സ്റ്റുഡൻസ് ഉണ്ട്. അത്രയും 50 സ്റ്റുഡൻസിന്റെ മീൻ വെയിറ്റ് എത്ര തന്നിട്ടുണ്ട് ഇറ്റ് ഇസ് 23 kg എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. നൗ ഈ ക്ലാസ്സിൽ ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ബോയ്സും ഉണ്ട് ഗേൾസും ഉണ്ട്. ബോയ്സ് എത്രയാ വരുന്നത് 20 ബോയ്സ്, റിമൈനിങ് വിൽ ബി ഗേൾസ് ആന്ന് പറഞ്ഞു. അപ്പൊ ബാക്കി 30 ഗേൾസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ഡേറ്റും കൂടെ തന്നിട്ടുണ്ട്. ദ മീൻ വെയിറ്റ് ഓഫ് ബോയ്സ് ഇസ് 30 kg. അതായത് ഈ 20 ബോയ്സിന്റെ മീൻ വെയിറ്റ് എന്ന് പറയുന്നത് 30 kg തന്നിട്ടുണ്ട്. ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് വാട്ട് ഈസ് ദി മീൻ വെയിറ്റ് ഓഫ് ദ ഗേൾസ്. അപ്പൊ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്കറിയാം ടോട്ടൽ എത്ര സ്റ്റുഡൻസ് ഉണ്ട് 50 സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം മീൻ വെയിറ്റ് ഓഫ് 50 സ്റ്റുഡൻസ് എത്ര തന്നേക്കുന്നത്? മീൻ വെയിറ്റ് ഓഫ് 50 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 23 kg ആണല്ലോ. 23 kg ആണ് തന്നിരിക്കുന്നത്. ദേട്ടെ മൊത്തം 50 സ്റ്റുഡൻസിന്റെ മീൻ വെയിറ്റ്, അതായത് ആവറേജ് വെയിറ്റ്. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് ടോട്ടൽ വെയിറ്റ് കണ്ടുപിടിക്കാമല്ലോ. സോ ടോട്ടൽ വെയിറ്റ് ഓഫ് 50 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 23 into 50 ടോട്ടൽ വെയിറ്റ്. ഇപ്പൊ 23 into 50 ചെയ്യുമ്പോൾ യു ഗെറ്റ് 1150 kg എന്ന് പറഞ്ഞ് കിട്ടും. Now we know the mean weight of boys. എത്ര ബോയ്സ് ഉണ്ട്? 20 ബോയ്സ് ഉണ്ട് അല്ലെ? മീൻ വെയിറ്റ് ഓഫ് 20 ബോയ്സ് നമുക്കറിയാം 30 kg ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ വെയിറ്റ് ഓഫ് ദീസ് ബോയ്സ് കണ്ടുപിടിക്കാമല്ലോ. We just need to multiply. അപ്പൊ ടോട്ടൽ വെയിറ്റ് ഓഫ് ഈ 20 ബോയ്സിന്റെ വെയിറ്റ് കണ്ടുപിടിക്കാൻ we have to multiply 30 into 20 which is equal to 600. Now എത്ര ഗേൾസ് ഉണ്ട്? 30 ഗേൾസ് ആണ് നമ്മൾ കണ്ടുപിടിച്ചായിരുന്നു അല്ലെ? അപ്പൊ നമുക്ക് ടോട്ടൽ വെയിറ്റ് ഓഫ് ഗേൾസ് കണ്ടുപിടിക്കാമല്ലോ. ടോട്ടൽ വെയിറ്റ് ഓഫ് ഗേൾസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ടോട്ടൽ 50 സ്റ്റുഡൻസിന്റെ വെയിറ്റ് 1150 മൈനസ് 600 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 550 kg കിട്ടും. Now can we find total weight കിട്ടി? What is actually mean? Mean എന്ന് പറയുന്നത് total weight of these girls അല്ലെ? Total weight divided by number of girls ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ mean weight of girls എത്ര ഗേൾസ് ഉണ്ട്? 30 ഗേൾസ്. അപ്പം നമുക്ക് അതിൽ എണ്ണം അറിയാമല്ലോ. ടോട്ടൽ വെയിറ്റ് എത്ര? 550 ആയിരിക്കും. ഡിവൈഡഡ് ബൈ എത്ര ഗേൾസ് ഉണ്ട്? 30 ഉണ്ട്. 55 by 3 we get it as 18.33 kg. അപ്പം ഒന്ന് കമ്പയർ ചെയ്തേ. ബോയ്സിന് എത്ര ഉണ്ട്? 30 kg. ആൻഡ് ഫോർ ദി ഗേൾസ് എത്ര ഉണ്ട്? 18.33 kg എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടി. Understood? It was written 21 instead of 12 when the mean of 9 numbers are calculated. The mean obtained was 19. Point out the mean when 12 is taken. അതായത് നമ്മൾ സെറ്റ് ഓഫ് ഡേറ്റാസ് നമുക്കുണ്ട്. അതിനകത്തിൽ 12 എന്നുള്ള നമ്പറിന് പകരം എഴുതിയത് 21. അതായത് തെറ്റിപ്പോകത്തില്ലേ? 12ന് പകരം 21 എഴുതി പോയി എന്നുള്ളത്. അപ്പം ആ 21 എഴുതിയപ്പോൾ ഉള്ള മീനാണ് നമുക്ക് കിട്ടിയത് ഈ 19 എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ടോട്ടൽ 9 നമ്പേഴ്സ് ഉണ്ട്. ആ 9 നമ്പേഴ്സിന്റെ മീൻ എടുത്തു. എടുത്തപ്പോൾ കിട്ടിയത് 19 ആണെന്നാണ്. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ഔട്ട് ദ മീൻ വെൻ 12 is taken. അതായത് 21 എന്നുള്ളത് തെറ്റി എഴുതിയതാണ് 12ന് പകരം. അപ്പൊ 12 ആയിരുന്നെങ്കിൽ എത്ര ആയിരിക്കും മീൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം ഒന്ന് എഴുതി വെക്കാം. വാട്ട് ഇസ് ഗിവൻ? ദ മീൻ ഓഫ് 9 നമ്പേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ? വാട്ട് ഇസ് ദാറ്റ്? 19. അങ്ങനെയാണെങ്കിൽ സം ഓഫ് ദീസ് ടോട്ടൽ 9 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കാമല്ലോ. കാര്യം നമുക്ക് നമ്പർ അറിയാം, അതേപോലെ തന്നെ മീനും അറിയാം. അപ്പൊ 19 into 9 ചെയ്യുമ്പോൾ എന്ത് കിട്ടും?
171 എന്ന് പറഞ്ഞിട്ട് സം ഓഫ് 9 നമ്പേഴ്സ് എന്ന് പറയുന്നത് 171. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സം ആഫ്റ്റർ റിമൂവിങ് 21 ആൻഡ് ആഡിങ് 12. ശരിക്കും 12 ആണ് വരേണ്ടിയിരുന്നത്. ഇറ്റ് വാസ് റിട്ടൺ 21 ഇൻസ്റ്റെഡ് ഓഫ് 12ന് പകരം 21 എഴുതി. അപ്പം നമ്മുടെ സം എന്ന് പറയുന്നത് 171 ആണ്. അതിൽ 21 ആഡ് ചെയ്തപ്പോൾ ഉള്ളതാണ്. അപ്പൊ 21നെ അങ്ങ് സബ്ട്രാക്ട് ചെയ്യാം. സം ആഫ്റ്റർ റിമൂവിങ് 21 ആൻഡ് ആഡിങ് 12 നമുക്ക് കിട്ടി 160. അങ്ങനെയാണെങ്കിൽ മീൻ കണ്ടുപിടിക്കാമല്ലോ. 160 ഡിവൈഡഡ് ബൈ 162 ഡിവൈഡഡ് ബൈ എത്ര നമ്പേഴ്സ് ആയിരിക്കും? നമ്പർ 9 നമ്പേഴ്സ് തന്നെ ആയിരിക്കും അല്ലെ? കാര്യം എന്താ? കാര്യം നമ്മൾ 21ന് പകരം 12 എഴുതിയേ ഉള്ളൂ. അപ്പം നമ്പർ ടോട്ടൽ നമ്പേഴ്സ് മാറുന്നില്ല. ഓക്കെ, സോ 162 ഡിവൈഡഡ് ബൈ the total number of numbers will be 9 itself. So 162 divided by 9 എത്രയായിരിക്കും കിട്ടുക? It is 18. Mean is equal to 18 എന്ന് പറഞ്ഞു കിട്ടും. Understood? ഇതൊരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. വെൻ ഇറ്റ് കംസ് ടു ദി മീൻ സെറ്റിൽ ചോദിക്കാവുന്ന ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. യൂഷ്വലി ഈ ടൈപ്പ് ഓഫ് പ്രോബ്ലംസ് ഒക്കെ ആയിരിക്കും നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനും ഒക്കെ ചോദിക്കുക. ഓക്കെ, നൗ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean of 20 numbers is 22. ഇപ്പൊ തന്നിട്ടുണ്ട് mean of 20 numbers എന്ന് പറയുന്നത് 22 ആണ്. Find out the mean of numbers if 3 is removed and 8 is added. അപ്പം 3നെ റിമൂവ് ചെയ്ത് 8നെ ആഡ് ചെയ്യണം. മുമ്പേ കണ്ടതിന്റെ കൂട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് പ്രോബ്ലം ആണ്. അപ്പൊ നമുക്ക് സമ്മ് കണ്ടുപിടിക്കാമല്ലോ. മീൻ അറിയാം. അങ്ങനെയാണെങ്കിൽ സം ഓഫ് 20 നമ്പേഴ്സ് കണ്ടുപിടിക്കാമല്ലോ. ദാറ്റ് ഇസ് 20 into 22. അതായത് ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ മീൻ ഉണ്ടെങ്കിൽ സമ്മ് ഡിവൈഡഡ് ബൈ നമ്പർ എന്നാണല്ലോ. അപ്പൊ മീൻ അറിയാൻ നമ്പർ അറിയാമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ യു വിൽ ഗെറ്റ് ദ സം. അപ്പൊ അതാണ് ഈ സം ഇവിടെ നമ്മൾ 20 into 22 എന്ന് എഴുതി വെക്കുന്നത്. സോ വിച്ച് ഇസ് ഈക്വൽ ടു 440. നൗ സം ആഫ്റ്റർ റിമൂവിങ്, ഏതിനെ റിമൂവ് ചെയ്യേണ്ടത്? 3നെ റിമൂവ് ചെയ്യണം. ആഫ്റ്റർ റിമൂവിങ് 3 ആൻഡ് ആഡിങ് 8. അപ്പം 8നെ ആഡ് ചെയ്യുന്നുണ്ട് അതിന് പകരമായിട്ട്. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ടേംസ് മാറുന്നില്ല. ഇനി 3 റിമൂവ് ചെയ്യുന്നു പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് കുറയും. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ 20 എന്നുള്ളത് 19 മാറും. പക്ഷെ ഇവിടെ അതിന് പകരം നമ്മൾ 8നെ ആഡ് ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ കിട്ടിയ 440ന്ന് 3നെ റിമൂവ് ചെയ്യാന്ന് പറഞ്ഞാൽ -3 ചെയ്യുക, 8നെ ആഡ് ചെയ്യുന്ന +8 ചെയ്യുക. സോ വാട്ട് യു വിൽ ഗെറ്റ്? ഇറ്റ് ഇസ് 445 അല്ലെ? -3 + 8 അത് 5 വരും. 440 + 5 445. സോ ന്യൂ മീൻ എന്തായിരിക്കും കിട്ടുക? റൈറ്റ് ഇറ്റ് ഹിയർ. ന്യൂ മീൻ വിൽ ബി ഈക്വൽ ടു സം ഇപ്പൊ എത്ര കിട്ടിയേ? 445 ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഞാൻ പറഞ്ഞു ചേഞ്ച് ചെയ്യുന്നില്ല, ഡിവൈഡ് ബൈ 20 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 22.25. അണ്ടർസ്റ്റുഡ്? ദിസ് ഈസ് ദ ന്യൂ മീൻ. അപ്പൊ മുമ്പേ 22 ആയിരുന്നു, ഇപ്പൊ കിട്ടിയത് 22.25. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The mean of 31 numbers is 36. Mean of 31 numbers എന്ന് പറയുന്നത് 36 എന്ന് തന്നിട്ടുണ്ട്. Now we can find the sum of these 31 numbers. കണ്ടുപിടിക്കാമല്ലോ. 36 into 31 which is equal to 1116. ഇനി അടുത്ത സെറ്റിൽ എന്താ പറയുന്നത്? മീൻ ഓഫ് ഫസ്റ്റ് 16 നമ്പേഴ്സ് ഇസ് 32 ആൻഡ് ദാറ്റ് ഓഫ് ലാസ്റ്റ് 16 നമ്പേഴ്സ് 40. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ 16th നമ്പർ. അപ്പം മീൻ വെച്ചിട്ടുള്ള കളിയാണ്. ആ 31 നമ്പേഴ്സിന്റെ മീൻ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ സം ഓഫ് 31 നമ്പേഴ്സ് കണ്ടുപിടിച്ചു. ഇനി ഫസ്റ്റ് 16 നമ്പേഴ്സിന്റെ മീന് എത്രയാണ്? 32 തന്നിട്ടുണ്ട്. സോ ദ മീൻ ഓഫ് ഫസ്റ്റ് 16 അല്ലെ? ഫസ്റ്റ് 16 നമ്പേഴ്സിന്റെ മീൻ എന്ന് പറയുന്നത് 32 ആണ്. ഡെഫിനറ്റ്ലി ദ സം എന്ന് പറയുന്നത് ദ സം ഓഫ് ഫസ്റ്റ് 16 നമ്പേഴ്സ് എന്ന് പറയുമ്പം ഞാൻ മുമ്പേ പറഞ്ഞ ഇക്വേഷൻ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക. 16 into 32. What you will get? 16 into 32 is 512. ഇനി നെക്സ്റ്റ് തന്നേക്കുന്ന ഡേറ്റ് എന്താണ്? ദ സം ഓഫ് സം അല്ല മീൻ തന്നിട്ടുണ്ട് അല്ലെ? സോറി, ദ മീൻ ഓഫ് ലാസ്റ്റ് 16 നമ്പേഴ്സും തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 40. സോ അങ്ങനെയാണെങ്കിൽ സം ഓഫ് ലാസ്റ്റ് 16 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിക്കണം. എങ്ങനെ കണ്ടുപിടിക്കാം? 16 into 40 വിച്ച് ഇസ് 640 ആണല്ലോ. ഇനിയും നമുക്ക് ചെയ്യാനുള്ളത് 16th നമ്പർ ഏതാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്.
അപ്പൊ നമ്മൾ സം ഓഫ് ഫസ്റ്റ് 16 നമ്പേഴ്സിന്റെ സം കണ്ടുപിടിച്ചു, സം ഓഫ് ലാസ്റ്റ് 16 നമ്പേഴ്സ് കണ്ടുപിടിച്ചു, സം ഓഫ് 31 നമ്പേഴ്സ് ഫുൾ 31 നമ്പേഴ്സിന്റെ സമ്മും കണ്ടുപിടിച്ചു. ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്യുക, അത്രേ ഉള്ളു കാര്യം. ഇപ്പൊ എന്താണ് ചെയ്യേണ്ടത്? ലാസ്റ്റിലത്തെ ഫസ്റ്റ് 16 നമ്പേഴ്സ് ആഡ് ചെയ്യുക, ലാസ്റ്റിലത്തെ 16 നമ്പേഴ്സ് ആഡ് ചെയ്യുക. അപ്പം 512 പ്ലസ് 640 കിട്ടും. ദാറ്റ് മൈനസ് സം ഓഫ് ദ ഹോൾ 31 നമ്പേഴ്സിന്റെ കിട്ടിയത് ചെയ്താൽ മതി. സോ യോർ 16th നമ്പർ എന്ന് പറയുന്നത്, നമ്മുടെ 16th നമ്പർ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ദാറ്റ് ഈസ് 512 പ്ലസ് 640 മൈനസ് 1116. So 512 plus 640, you will get it as 1152 minus 1116. And on subtracting, you get it as 36. So ഇതാണ് നമ്മളുടെ 16th നമ്പർ എന്താന്നുള്ളത് കിട്ടുക. സോ 31 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, അതിൽ 16th നമ്പർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതുപോലെ മീൻ തരുമ്പം എല്ലാത്തിന്റെയും സം കണ്ടുപിടിച്ച് വെക്കുക, ഫസ്റ്റ് 16ന്റെയും ലാസ്റ്റ് 16ന്റെയും ആഡപ്പ് ചെയ്യുക, ദാറ്റ് ഇസ് സബ്ട്രാക്റ്റഡ് ഫ്രം ദി സം ഓഫ് 31 നമ്പേഴ്സ്. അപ്പൊ സം ഓഫ് 31 നമ്പേഴ്സ് നമുക്കറിയാം, അത് രണ്ടും കൂടെ ഏതാണോ ഹയർ വാല്യൂ, ആ ഹയർ വാല്യൂ മൈനസ് ലോവർ വാല്യൂ ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ultimately you will get the 16th number. So the number here is 36. Understood? Okay. The last question. Refer the table below. Given the mean is 21.12, find the value of k. Okay. We have the table here. അപ്പം എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ക്ലാസ് തന്നിട്ടുണ്ട്. 0 to 8, 8 to 16, 16 to 24, 24 to 32, 32 to 40. അങ്ങനെ നമുക്ക് ക്ലാസ്സസ് തന്നിട്ടുണ്ട്. ഇനി ക്ലാസ് ഇന്റർവൽ, ഇനിയും ഓരോ ക്ലാസ് ഇന്റർവൽ ഫ്രീക്വൻസീസും തന്നിട്ടുണ്ട്. Now our question is, mean തന്നിട്ടുണ്ട്, we have to find the value of this k. നമ്മൾ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കണ്ടത്, ഈ ഒരു ഗ്രൂപ്പ് ഡേറ്റ തരുമ്പം എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കാനുള്ളതെന്നൊക്കെ നമ്മൾ കണ്ടുപിടിച്ചു. അപ്പൊ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇതിപ്പം ക്ലാസ് ഇന്റർവൽ ആണ് തന്നിരിക്കുന്നത്. മുമ്പേ എന്ന് പറഞ്ഞാൽ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ വാല്യൂ എന്താ അല്ലേ, അതായത് 45 കിലോ ഉള്ള എത്ര ബോക്സസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്ലാസ് ഇന്റർവൽസ് ആണ്. അപ്പം ഇങ്ങനത്തെ കേസിൽ വരുമ്പോൾ ദിസ് ഇസ് സംതിങ് ഇമ്പോർട്ടൻറ്റ്. ഇങ്ങനത്തെ കേസിൽ മീൻ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഇതുപോലെ മീൻ തന്നിട്ട് കെ വാല്യൂ എന്തെങ്കിലും മിസ്സിംഗ് വേരിയബിൾസ് എന്തെങ്കിലും തന്നിട്ട് അത് കണ്ടുപിടിക്കാനോ ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് ഡെഫിനറ്റ്ലി നമുക്ക് വേറൊരു ടേബിൾ ഉണ്ടാക്കണം. കാരണം ഈ ഒരു ടേബിൾ വെച്ചിട്ട് വി കെ നോട്ട് ഫൈൻഡ് ദ മീൻ. കാര്യം ഇതിൽ ക്ലാസ് ഇന്റർവൽസ് ആണ് തന്നിരിക്കുന്നത്. സോ നമുക്കൊരു എക്സ് വാല്യൂ വേണം. ദാറ്റ് ഇസ്, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ സം ഓഫ് ടേംസ് എന്ന് പറയുന്നത് ഇതുപോലെ ഗ്രൂപ്പ് ഡേറ്റ തരുമ്പം നമ്മൾ കണ്ടുപിടിക്കുന്നത് വി ഹാവ് ടു ഗെറ്റ് എ പെർട്ടിക്കുലർ എക്സ് വാല്യൂ. വൈ വാല്യൂ എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി നമ്മുടെ ഫ്രീക്വൻസീസ് ആണ്. അതായത് 0 to 8 ഫ്രീക്വൻസി എത്ര ഉണ്ട്? 3. 8 to 16 എത്ര ഉണ്ട്? ഫ്രീക്വൻസി 10. ദാറ്റ് മീൻസ് ഇറ്റ് ഷോസ് എ വൈ വാല്യൂ. ഇനി എക്സ് വാല്യൂ എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് ഇന്റർവൽ. ഇനിയും അതിൽ തന്നെ ഈ ക്ലാസ് ഇന്റർവൽ വെച്ചിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ കാരണം ബിക്കോസ് ഇറ്റ്സ് എ റേഞ്ച് ആണ് തരുന്നത് അല്ലെ. ആ റേഞ്ച് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും വാല്യൂ അല്ല, ഒരു പെർട്ടിക്കുലർ സിംഗിൾ വാല്യൂ ആയിട്ട് വേണം. ആ എക്സ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ക്ലാസ് ഇന്റർവൽസിന്റെ മിഡിൽ വാല്യൂ എടുക്കണം. ഓക്കെ, ലെറ്റ് മീ ഷോ യു ദ ടേബിൾ. ഇതാണ് ടേബിൾ. അപ്പം എക്സ് വാല്യൂസ് വേണം, വൈ വാല്യൂസ് വേണം, എക്സ് ഇൻറ്റു വൈ കണ്ടുപിടിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് മീനിലേക്ക് എത്തിപ്പറ്റാൻ പറ്റുള്ളൂ. ഓക്കെ, സോ 0 to 8 ഏതായിരിക്കും മിഡിൽ വാല്യൂ? ദാറ്റ് ഇസ് 8 plus 0/2. അങ്ങനെയാണല്ലോ നമ്മൾ മുമ്പേ മീൻ കണ്ടുപിടിച്ചത്. 8 plus 0 divided by 2 ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 8/2, 4. ജസ്റ്റ് ദ മിഡിൽ വാല്യൂ ഓഫ് ദാറ്റ് ക്ലാസ് ഇന്റർവൽ. ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യണം ബാക്കി ക്ലാസ്സസിന്റെയും. അതായത് അപ്പർ ഇന്റർവൽ, അപ്പർ ലിമിറ്റ് ഏതാണ്? അപ്പർ ഇന്റർവൽ അല്ല, സോറി, അപ്പർ ലിമിറ്റ് 16. 16 plus 8 divided by 2. 16 plus 8 എത്രയാണ്? 24/2, ദാറ്റ് ഇസ് 12. അപ്പൊ മിഡിൽ വാല്യൂ എത്ര? 8 ഉം 16ന്റെ ഇടയ്ക്കത്തെ 12. ഇനി നിങ്ങൾക്ക് ഓരോന്നിന്റെ അങ്ങനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. കാര്യം ഡിഫറൻസ് എത്രയാണെന്ന് അറിയാം. 4 12 പോകുമ്പോ +8 ആണല്ലോ. ആ 8 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ 12 plus 8 എത്ര കിട്ടും? 20. സോ 16 24ന്റെ ഇടയ്ക്കത്തെ മിഡിൽ വാല്യൂ 20 എന്ന് പറഞ്ഞു കിട്ടും. 20 plus 8 എത്രയാണ്? 28. ആ 28 ആണല്ലോ ഈ 24ന്റെയും 32ന്റെയും മിഡിൽ വാല്യൂ. അപ്പൊ ഓരോ തവണ ആഡ് ചെയ്യേണ്ട കാര്യമില്ല. ആദ്യത്തെ 2 വാല്യൂസ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസ് പോലെയാണ് പോകുന്നത്. 4, 12, 28. അതായത് അതിന്റെ കോമൺ ഡിഫറൻസ് എത്രയായിരിക്കും? +8 ആണ് അല്ലെ. അപ്പൊ ആ ഒരു 8 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ 28ന്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ 36, which is definitely the middle value of 32 and 40. ഇങ്ങനെയാണ് നമ്മൾ മിഡിൽ വാല്യൂ അല്ലെങ്കിൽ എക്സ് വാല്യൂ കണ്ടുപിടിക്കുന്നത്. അണ്ടർസ്റ്റുഡ്? നൗ വൈ വാല്യൂ എന്ന് പറഞ്ഞാൽ I told you that definitely the frequency. That is 3, 10, 18. ആ തന്നേക്കുന്ന അതേപടി എഴുതി വെക്കുക. 15 and this is k. Now you know x into y കണ്ടുപിടിക്കണം. അതായത് 4 into 3.
4 into 3 എത്ര 12. 12 into 10 is 120. 20 into 18 it is 360. And 28 into 15, this all are multiplication, okay? X into y. X 28 into 15 എത്രയാ 420. And 36 into k, we get it as 36k എന്ന് പറഞ്ഞു കിട്ടും. ഇനി ഈ y വാല്യൂസിന്റെ എല്ലാം കൂടെ ഒന്ന് ആഡ് ചെയ്തേ. 3 plus 10 13. ഈ ഹോൾ y വാല്യൂസ് ഒന്ന് ആഡ് അപ്പ് ചെയ്തേ. അതിന്റെ ടോട്ടൽ എത്ര കിട്ടും? 3 plus 13, 13 plus 18 plus 15 plus k, അതായത് 46 plus k എന്ന് പറഞ്ഞു കിട്ടും. And x into y യുടെയും ടോട്ടൽ ഒന്ന് ആഡ് ചെയ്യാം. Okay, and you will get the value as 912 plus 36k എന്ന് പറഞ്ഞു കിട്ടും. Now we are going to find the mean. അപ്പൊ മീൻ ഇവിടെ കണ്ടുപിടിക്കേണ്ട കാര്യമുണ്ടോ? കാര്യം മീൻ ഇവിടെ തന്നിട്ടുണ്ട് 21.12 എന്ന്. ആൻഡ് നമുക്കറിയാം നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് മീൻ ഇസ് ഈക്വൽ ടു സം ഓഫ് ദി നമ്പേഴ്സ്. അതായത് ഈ ഒരു എക്സ് ഇൻറ്റു വൈ ടോട്ടൽ കിട്ടി എത്ര 912 പ്ലസ് 36k ഡിവൈഡഡ് ബൈ നമ്മുടെ ടോട്ടൽ വൈ, അതായത് വൈ വാല്യൂസ് എത്ര ടോട്ടൽ ഫ്രീക്വൻസി വന്നത്, ദാറ്റ് ഇസ് 46 പ്ലസ് k ആണല്ലോ. മീൻ എത്രയാണ് 21 പോയിന്റ്. ഇനി പ്യോർ മാത്തമാറ്റിക്സ് മൾട്ടിപ്ലിക്കേഷനും അഡീഷനും ഒക്കെ ചെയ്യുക. ഫൈൻഡ് ദ വാല്യൂ ഓഫ് k, ദാറ്റ് ഇസ് 46 പ്ലസ് k. ആൻഡ് ഇതിനെ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദാറ്റ് ഇസ് 21.12 ഇൻറ്റു 46 പ്ലസ് k എന്ന് പറയുന്നത് 912 പ്ലസ് 36k ആണ്. ആൻഡ് 21.12 ഇൻറ്റു 46 എത്ര കിട്ടും? 971.52 plus 21.12k is equal to 912 plus 36k. And bringing this to the other side, 971 minus 912, which is 59.52 ആണ്, which is equal to, and bringing this to the other side, 36 minus 21, definitely അത് 14.88k എന്ന് പറഞ്ഞു കിട്ടും. And what will be the final value of k? K is equal to 59.52 the whole divided by 14.88. Luckily the value is 4, that is 14.88 into 4 എന്നാണ് 59.52. So the value of k is 4, k equal to 4 over here. Okay, 46 plus 4 ചെയ്തതിനാൽ we get it as 50. So total frequency എത്രയാണ് 50. Understood? This is how we should do the problem. Okay, so ഇപ്പൊ ഞാൻ പറഞ്ഞു ഗ്രൂപ്പ്ഡ് ഡേറ്റ ക്ലാസ് ഇന്റർവൽസ് ആയിട്ട് തരുമ്പോൾ അതിന്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കണം. ഇപ്പൊ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കുന്ന പറഞ്ഞു അപ്പർ ലിമിറ്റ് പ്ലസ് ലോവർ ലിമിറ്റ് ഡിവൈഡ് ബൈ 2, ജസ്റ്റ് ഹാഫ് എടുക്കുന്നു. സോ മീനിനെ പോലെ കണ്ടാൽ മതി, 0 ഉണ്ട് 8 ഉണ്ട്, അതിന്റെ മിഡിൽ വാല്യൂ അല്ലെങ്കിൽ ഹാഫ് കണ്ടുപിടിക്കണമെങ്കിൽ 8 പ്ലസ് 0/2 ചെയ്യുക, 4 കിട്ടും. അടുത്തത് വാല്യൂ നമ്മൾ 16 പ്ലസ് 8/2, അതിൽ നിന്ന് 12 കിട്ടി. അപ്പൊ ഡിഫറൻസ് നമുക്കറിയാം 8 ആണെന്നുള്ളത്. സോ ആ 8 ആഡ് ചെയ്ത് കൊടുത്ത് പോയി കഴിഞ്ഞാൽ ഫോർ ദ റിമൈനിങ് ക്ലാസ് ഇന്റർവൽസിന്റെ മിഡിൽ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. മിഡിൽ വാല്യൂ നമുക്ക് വേണം, അതാണ് നമ്മുടെ എക്സ് വാല്യൂ ആയിട്ട് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്നത്. സോ എക്സ് ഇൻറ്റു വൈ വിൽ ഗിവ് യു XY. XYയും ടോട്ടൽ ചെയ്യുക, അതേപോലെ തന്നെ വൈയും ടോട്ടൽ ചെയ്യുക. ഇവിടെ k ആണ് കണ്ടുപിടിക്കണം, അപ്പൊ നമുക്ക് അൺനോൺ ആയിട്ട് തന്നെ കിടക്കും. സോ സിൻസ് ദ മീൻ ഇസ് ഗിവൺ, അപ്പൊ അതിനെ പിന്നെ മാത്തമാറ്റിക്കലി നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ we get the value of k is equal to 4. Understood? Now let's see the summary. നമ്മൾ കണ്ടു സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് കളക്ഷൻ, അനാലിസിസ്, ഇന്റർപ്രിട്ടേഷൻ, presentation and organization of data ആണ്. And mainly we have learned in this entire section about the mean, how to find the mean of a set of data and as well as for the group data. And we know the mean എന്ന് പറയുന്നത് always we use the equation that is sum of terms by number of terms. ഈ ഒരു equation മാത്രം യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു entire section പോയത്. And it is seems to be very easy thing. Only thing is that we have to be very keen while doing the mathematical calculations. Calculations തെറ്റാൻ chances ഉണ്ട്. അതേപോലെ ഈ ഡെസിമൽ പോയിന്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ കുറച്ച് നല്ല ശ്രദ്ധയോട് തന്നെ ആ കാൽക്കുലേഷൻസ് ചെയ്യുക. കാരണം സ്റ്റെപ്സ് തെറ്റിയിട്ടുണ്ടെങ്കിൽ താഴോട്ടുള്ള എല്ലാ വാല്യൂസും നമ്മുടെ തെറ്റും, അങ്ങനെ മാർക്ക് നിങ്ങൾക്ക് നഷ്ടപ്പെടും. സോ അത് നഷ്ടപ്പെടാതിരിക്കാൻ പ്രോപ്പർ ആയിട്ട് കീൻ ആയിട്ട് ഇരുന്ന് തന്നെ അതിന്റെ കാൽക്കുലേഷൻസ് ചെയ്യാം. ഓക്കെ, അണ്ടർസ്റ്റുഡ്. നൗ ദാറ്റ്സ് ഫോർ ദ സെക്ഷൻ. താങ്ക് യു. Manorama Horizon, learning made simple.